കുറച്ചൊക്കെ എന്റെ അല്ലു അർജുൻ 400 കോടി കിട്ടിയല്ലേ, 400 കോടി. അതൊന്നും എങ്ങനത്തെ ഫൈറ്റാന്ന് ഞാൻ പറയുന്നില്ല, കയ്യുമില്ല കാലുമില്ല. എന്നാ പൂരാകൃതിയായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു. സത്യം പറയാലോ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ട വിചാരിച്ചില്ല. ഞാൻ രാവിലെ തന്നെ എന്താ എനർജി ആയിട്ടാണ് വന്നത്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. സംഭവം നിങ്ങൾ കണ്ട പോലെ ഇന്ന് പുഷ്പ ഡേ ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഏർലി മോർണിംഗ് 4 മണിക്കത്തെ ഷോ കാണാൻ പോവുകയാണ്. ഒരുപാട് മാസങ്ങളോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ ഹാപ്പിയാണ്. ഹാപ്പി എന്താണെന്ന് വെച്ചാൽ 16 Pro Max നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെടുക്കുന്ന വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനടി 2 ദിവസത്തിനുള്ളിൽ വരും. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിക്കോ, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് കൂത്തുറമ്പോട്ട് പോകണം. 4 മണിക്ക് പുഷ്പ ഷോ ഉണ്ട്. ഇന്ന് നമ്മൾ പുഷ്പ വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ മതി. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങൾ ആരുടെ ഫാനെന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് അറിയില്ല, ഒരുപാട് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് പ്രതീക്ഷകളുള്ള പടമാണ്. പോയി നോക്കാം. അല്ലു അർജുനും ഫഹദ് ഫാസിലും കത്തിക്കൂന്ന് വിശ്വസിക്കാം. ഏത് ഉറങ്ങിയിട്ടില്ലടോ, എന്താ ചെയ്യുക? അതുകൊണ്ട് ഇന്നലെ ജിമ്മിലും പോയില്ല. ഉറങ്ങാതെ ജിമ്മിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ വീഡിയോ നാളെ വരും. നാളെ നടത്തേങ്ങി ഒരു ചായ കൊണ്ട് അടിച്ചിട്ട് നമുക്ക് തിയേറ്റർ പിടിക്കാം. 3:30-4 മണിക്ക് കൂത്തുറം എത്തണം. ഞാൻ തന്നെ ഉണ്ടാക്കിയ കിടിലൻ കോഫി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയാണ്. ആക്ച്വലി ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ബേബി സിനിമാസിലെ കൂത്തുറമ്പിലെ ബേബി സിനിമാസ് ഓണസ് നമ്മുടെ ചെന്നൈ ബഡിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുമ്പേ 4 മണി ഷോ ഒക്കെ ഫുള്ളായിരുന്നു. എന്നിട്ട് നമുക്ക് സീറ്റ് നോക്കിയിരുന്നു. നമ്മളാരാണല്ലേ. വാവ്, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ടു ആൾ. നമുക്ക് ഡ്യൂക്കി എടുത്ത് പറപ്പിക്കാം. റെഡി ടു റൈസ്. ലൈറ്റൊക്കെ കത്തി നേരെ പോവാം. ആക്ച്വലി നമ്മുടെ ഡ്യൂക്കി നല്ല കുട്ടപ്പനായിരിപ്പുണ്ട്. വാ, DRL കത്തിയിട്ട് നല്ല കുട്ടിയായിട്ടിരിപ്പുണ്ട്. പിന്നെ ഡ്യൂക്കിനെ പുതിയ വർക്കൊന്നും പിന്നെ എടുക്കാനുള്ള സമയവും പിന്നെ ഫണ്ടും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ 16 Pro Maxലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. ഇതെടുത്തപ്പോൾ തന്നെ ഡീം 1.25 ലക്ഷം പട്ടേ. പക്ഷേ ഗൈസ്, നിങ്ങൾ കാണുന്നത് നല്ല ക്വാളിറ്റി ഇത് കാണട്ടെ എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു പാണ്ടി വരാനുണ്ടാവും. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് വരില്ല. പണ്ട് ഒറ്റക്കൊക്കെ പടം പോകുന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ മുമ്പേ തിയേറ്ററിൽ പോയിരിക്കുമായിരുന്നു. നമ്മൾ നമുക്ക് കൂത്തുറം പോകും. സീറ്റിനെ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്? എത്രയാണ് ആൾക്കാർ പള്ളി ഇതെവിടെയാണ് കണ്ടുപിടിക്കുക? മോനെ സീൻ കത്തും. ഏതായാലും നിമിഷങ്ങൾ ഫുള്ളിൽ കത്തും. ഇതിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ റിവ്യൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തീ കത്തും. മാർക്കോ ഏതാ? അങ്ങനെ നമ്മൾ പടം കണ്ടിറങ്ങി. ആ സേന ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാം ഞാൻ എത്ര ഹൈപ്പ് ഇട്ടില്ലെങ്കിൽ എത്ര പ്രതീക്ഷ പുഷ്പ എന്ന് പറഞ്ഞു പോയതാണ്. തുടക്കം തന്നെ പറയാം. തുടക്കം ആദ്യത്തെ 10 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ച് കാര്യം മനസ്സിലായി. ആദ്യത്തെ തുടക്കം തന്നെ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒരു ജപ്പാനെന്നൊരു ഫൈറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഓവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓക്കെ, മലയാളം പടം തമിഴ് പടമല്ലല്ലോ, ഇവരെ തെലുങ്ക, അങ്ങനത്തെ ഒരു പടമാണല്ലോ, അതിന് കുറച്ച് ഓവറാക്കില്ലോ, അതേ ഉണ്ടാവും. പിന്നെ അങ്ങ് സെറ്റ് ആവും. ആ തുടക്കം തന്നെ ഓവറാക്കിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച മുഴുവൻ പടം അങ്ങോട്ട് സംഭവിച്ചു പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ KGF 1 പോലെ ഇറക്കിയിട്ട് KGF 2 കത്തിയ പോലെ ഒരു കളി ഇവിടെ കളിക്കാൻ നോക്കിയതാണ്. പക്ഷേ സംഭവം ഫ്ലോപ്പായി. നല്ല വിഷമമുണ്ട്. കാര്യം ജിമ്മും കഴിഞ്ഞ് ഉറക്കവും പോലും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഇപ്പം നേരെ 8 മണി. ഇത്രയും കഷ്ടപ്പെട്ട് 4 മണിക്കത്തെ ഷോയ്ക്ക് പോയതാണ്. പടത്തിന് എന്തെല്ലൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി. മെയിനായിട്ട് എല്ലാവരും പറയുന്ന പോലെ പടം 3.5 മണിക്കൂറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പടം ഇതാവുമെന്ന്. ആ ടെൻഷൻ അടിച്ച പോലെ തന്നെ പടത്തിന് പറ്റിപ്പോയി. പടത്തിന് എന്തെല്ലൊക്കെയോ പറ്റിപ്പോയി. പടത്തിന് കുറെ ഓവർ സീൻസ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി പടം പോയി. പടം കഴിഞ്ഞു പോയിടാ. നീ എന്തൊക്കെ പറയടാ. KGF എന്നൊക്കെ പറയുമ്പോൾ 1 വന്നു. 1 അത്ര ഇതായില്ല. പിന്നെ ഹൈപ്പായി. പിന്നെ 2 വന്നത് കത്തി കയറി. അതേ കളിയാണ് നമ്മൾ ഇവിടെയും പ്രതീക്ഷിച്ചത്. പക്ഷേ 1നെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പുഷ്പ 2 എന്ന് പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് ആയിപ്പോയി. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫഹദ് ഫാസിൽ ഇരിക്കുന്നുണ്ട്. പുള്ളി നല്ലൊരു പെർഫോം തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ ആവുന്ന രീതിയിൽ. പക്ഷേ ആ കഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഓവറായിപ്പോയി. പിന്നെ അല്ലു അണ്ണൻ പുള്ളി മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്ത് വരുമ്പോൾ എല്ലാം ഓവറായി പോകുന്നു. ആക്ഷനും ഓവറായി പോകുന്നു, കഥയും ഓവറായി പോകുന്നു. പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് ഓവറായിട്ടുള്ള ഫൈറ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. അതൊന്നും എങ്ങനത്തെയുള്ള ഫൈറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കയ്യുമില്ല കാലുമില്ല, എന്നാ പൂരാകൃതിയടി. സോ
ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, സത്യം പറയാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ റിവ്യൂ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇങ്ങനൊന്നും പറയേണ്ട വിചാരിച്ചില്ല. ഞാൻ രാവിലെ തന്നെ എന്താ എനർജി ആയിട്ടാണ് വന്നത്. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായം കമന്റ് ചെയ്യും. എനിക്ക് എങ്ങനെ പറഞ്ഞാണെന്ന് അറിയത്തില്ല, പക്ഷെ അത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ എല്ലാം പാളി എന്ന് പറഞ്ഞാൽ പാളി. പക്ഷെ ഞാൻ നോക്കുകയാണെങ്കിൽ ഷസാമെല്ലാം ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം നമുക്ക് ചെലവുകൾ 120-130 രൂപയാണ്. ആ 130 രൂപയ്ക്ക് നമുക്കിങ്ങനെ ബോറൊന്നും അടിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കണ്ടിരിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കിങ്ങനെ കണ്ടിരിക്കാം കേട്ടാ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും പടം എത്തില്ലാന്നെങ്കിൽ ഒന്നും പറഞ്ഞു വൻ പരാജയോ വൻ ഫ്ലോപ്പൊന്നുമല്ല. പടം എന്തായാലും കേരളത്തിൽ നല്ലൊരു കളക്ഷൻ അടിച്ച് പടം കയറും, അല്ലുവിന്റെ പടമാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ പടം ഇനി എത്തൂല. കാരണം പടത്തിന്റെ കഥ പോയത് അങ്ങനെയാണ്. ഓവർ ലെങ്ത്, ലാഗെല്ലാം വന്ന് എന്തെല്ലാം സംഭവിച്ചു, എനിക്കറിയില്ല എന്താ സംഭവിച്ചു പോയി. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും. നമ്മളിപ്പോൾ അല്ലുവിന് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് ചെറിയ കാര്യം ബോർ പോലും നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പോലും അത് ബോറായിട്ട് തോന്നുന്നെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നും മൂവി. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കാണണം. കാരണം നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങൾ 120-130 രൂപയിലൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര വിഷമമുണ്ട്. അതാണ് സിനിമ ആകണം എനിക്ക്. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റിവ്യൂ ഇങ്ങനെ സാഡായി പോകുന്ന ഞാൻ വിചാരിച്ചില്ല. അതാണ് നമ്മൾ പോത്തുറമ്പ് പാർക്കിൽ വന്നിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്ലേസ് ഒക്കെ എവിടെയെന്ന് കമന്റ് ചെയ്യാം. ഇനി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീലല്ലയോ പെണ്ണിന്റെ ഒരു കിഡിലൊരു ഐറ്റം ഡാൻസ് ഉണ്ട്. നമ്മുടെ സാമന്തനെ പോലെ 1 പോലെ 2 നോക്കി. പക്ഷെ എനിക്ക് 1 കൂടുതൽ ഇതിൽ ഐറ്റം ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹോട്ടി ലുക്കിൽ നല്ലൊരു ഡാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, നല്ല പെണ്ണൊക്കെ അടിപൊളിയാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഐറ്റം ഡാൻസ് ശരിക്കും നമുക്കൊന്ന് കാണാൻ തോന്നി. നല്ല രസമാണ്. പിന്നെ കുറെ ചാപ്രി പോലത്തെ എന്തെല്ലാമൊക്കെയോ വെച്ചിട്ടില്ല. ആ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ പറ്റിപ്പോയി. എന്താ പറ്റിയെന്ന് ഞാൻ സാധനം കൈവിട്ടു പോയി. അത്ര തന്നെ. 400 കോടി മേടിച്ച് അഭിനയിച്ച പാടാ. 400 കോടി അല്ലു അർജുന് മാത്രം. എന്നാലും അല്ലുവിനെങ്കിൽ കുറച്ചൊക്കെ ചിന്തിക്കണ്ടായിരുന്നു. അല്ലു അർജുൻ 400 കോടി കിട്ടിയല്ലേ. 400 കോടി. ഇതിനിപ്പോ ഒരു 200 കോടി എങ്ങനെ തികയായിരിക്കും കാര്യം ഇങ്ങനെ. പക്ഷെ കാര്യം എത്ര അല്ലെങ്കിൽ ഒന്നും കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പുഷ്പ 1 അത്ര ഹിറ്റായിട്ട് ഇത് എത്ര ലെവലിൽ കയറേണ്ടിയായിരുന്നു, എത്ര കോടികൾ മറിക്കേണ്ടായിരുന്നു. കഥ ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു അഭിനയമാണ്. നമുക്ക് വിഷമമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫഹദ് ഫാസിലിന് പോലും നല്ലൊരു ഇൻട്രോ കൊടുത്തിട്ടില്ല. തുടക്കം തന്നെ ജപ്പാനിൽ ഒരു ഓവർ സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫഹദ് ഫാസിലിന് ഒരുമാതിരി ഉണ്ണാക്കൻ ലുക്കിലാണ്. ഇൻട്രോ ഒന്നുമില്ല. പിന്നെ പുള്ളി പറ്റുന്ന നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലുവിന് ഈ അവാർഡൊക്കെ കിട്ടിയോണ്ടാണെന്നൊന്ന് അവസാനം കരഞ്ഞു മെഴുകിയൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു വല്ലാത്തൊരു അടിയുണ്ട്, ഒരുമാതിരി അടി, കടിച്ചോടുള്ള അടിയൊക്കെ. അത് കാണുമ്പോഴാണ് നമുക്ക് അറിയാം ഇത് തെലുങ്ക് ഇങ്ങനെ പാടാണല്ലോ, കുറച്ച് ഓവറൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ നമുക്ക് കാണുന്നവർക്ക് തന്നെ എന്തോ പോലെ നമ്മൾ ഉണ്ടാക്കണാകുന്ന പോലത്തെ ഓവർ സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും 130 രൂപയിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം. വേറെ സീനൊന്നും ഇല്ലല്ലോടാ. ഞാൻ പറയാം, നിങ്ങൾക്ക് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല, ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണം, എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ഉറപ്പായിട്ട് ഈ പടം കാണുക. എന്നാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല, ഒരുപാട് പ്രതീക്ഷകളൊന്നും വേണ്ട. പ്രതീക്ഷ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെ കാണാം. പക്ഷെ നമ്മൾ ഓൾറെഡി വണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. നല്ലൊരു കഥ, നല്ലൊരു ഒഴുക്കുണ്ട്. ഇതിലങ്ങനെ ഒഴുക്കും വരുന്നില്ല, ഒരു കഥയും വരുന്നില്ല. ചില്ല മാറ്ററിനൊക്കെ വേണ്ടി അടി, ഫൈറ്റ് കാര്യങ്ങളൊക്കെ, അതാണ് പ്രശ്നം. കഥയാണ് പ്രശ്നമായി പോയത്. പിന്നെ 3.5 മണിക്കൂറുള്ളപ്പോൾ ആ ഒരു ലാഗ് തന്നെ വന്നുപോയി. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. കണ്ടവർക്ക് എന്തായാലും കണ്ടു നോക്കാം. പടം എന്തായാലും ഒരു ആവറേജ് ആയിപ്പോയി. ഞാനൊരു ആവറേജ് എന്ന് പറയും, പക്ഷെ ബിലോ ആവറേജ് എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. സോ എന്തായാലും ഇനി നമ്മുടെ പ്രതീക്ഷ മാർക്കോയിലാണ്, പക്ഷേ മലയാളി മൂവി. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തായാലും നോക്കാം. അതെന്തായാലും കത്തുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ.